അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം വാസന ഉണ്ടായിക്കുക അല്ലെങ്കിൽ ശബ്ദം ഉണ്ടായിക്കണമെങ്കിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. നിസ്കരിക്കാൻ നിന്ന് നിസ്കാരം എങ്ങനെ തുടർന്നു കൊണ്ട് പോവാണ്. ഒന്നാമത്തെ റക്കാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്തും കഴിഞ്ഞ് ഇടക്ക് വെച്ചിട്ടാണ് ഒരു ഡൗട്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒന്നും മുറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഒന്നും മുറിഞ്ഞോ? എൻ്റെ ഒന്നും അല്ല, നിസ്കരിക്കുന്ന ആ വ്യക്തിയുടെ സംശയം വന്ന ആളെ കാര്യം. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒന്നു മുറിഞ്ഞോ ഇല്ലേ സംശയം വന്നാൽ ആ നിസ്കാരം തുടരാൻ പറ്റുമോ, അതോ പിന്നെ ആ നിസ്കാരം അവിടെ മുറിച്ച് കളഞ്ഞ് വീണ്ടും ഒന്നു കൊടുത്ത് നിസ്കരിക്കണോ എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ ഞാൻ മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. നിസ്കാരം തുടരാവുന്നതാണ്. ഒന്നു നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യണം, ആ നിസ്കാരം പിന്നെ തുടരാൻ പാടില്ല. കാരണം ഒന്നു ഇല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞല്ലോ, പിന്നെ അവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന് മുറിച്ചിട്ട് ഒന്നു കൊടുത്തിട്ട് വീണ്ടും നിസ്കരിക്കാം. അപ്പോഴേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. നിസ്കാരത്തിൽ ഒന്നു നഷ്ടപ്പെടുന്നതായി തോന്നലുണ്ടാകുന്ന അവസ്ഥയിൽ എന്തില്ല, സംശയത്തിന് പ്രസക്തി ഇല്ല. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ഇങ്ങനെ ഒരു പരാതിപ്പെട്ട്, എനിക്കിങ്ങനെ സംശയം വന്നിട്ടുണ്ട്, എന്റെ നിസ്കാരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വാസന ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ വാസന എങ്ങനെങ്കിലും അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവേണ്ടതില്ല. അങ്ങനെ വാസനയും സ്മെല്ലും എന്താ പറയാ ഒച്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല, ഉറപ്പുമില്ല, എന്നാ പിന്നെ നിസ്കാരം തുടർന്നോളി. ഉറപ്പില്ലാത്ത കാര്യം പിന്നെ അവിടെ തർക്കിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ പുറത്തു പോവേണ്ട ആവശ്യമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തുടങ്ങിയവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ വുളു നഷ്ടപ്പെട്ടതായി ഉറപ്പായാലേ നിസ്കാരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒഴിവാക്കാൻ പാടുള്ളത്, ഒഴിവാക്കേണ്ടതുള്ളത് എന്നുള്ളത്. അപ്പൊ അത്തരം സംശയം നിസ്കാരം തുടരുന്നതിന് തടസ്സമില്ല എന്നാണ് ഇവരൊക്കെ എഴുതിയ ഹദീസിന്റെ വിവക്ഷയെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ ശബ്ദം കേൾക്കലോ വാസന അനുഭവപ്പെടലോ തന്നെ അവിടെ നിർബന്ധമില്ല. ഇതിന്റെ എല്ലാം അത് വേണമെങ്കിൽ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഒന്നു നഷ്ടപ്പെട്ടെന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യുള്ളൂ, ആ നിസ്കാരം ഒഴിവാക്കണമെന്ന വിവക്ഷ ഇവിടെ വരുന്നത്. അപ്പൊ ഉറപ്പുണ്ടാവണം, പോയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വേണം, എന്നാലേ ആ നിസ്കാരം മുറിക്കാൻ. അല്ലാതെ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, മുറിക്കണ്ട എന്നർത്ഥം. പറഞ്ഞ മനസ്സിലായല്ലോ? ഈ ടെക്സ്റ്റ് വിശദമായി താഴെ കൊടുക്കും, കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ കൊടുക്കുക, നോക്കിയിട്ട് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്.